നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ ഹോസ്റ്റ് മധുസൂദനൻ TP. ഞങ്ങൾ ഇലക്ഷൻ റിസൾട്ട് 4-ാം തീയതി വന്ന ശേഷം എല്ലാവരെയും പോലെ തന്നെ ഞങ്ങളും ഈ ഇലക്ഷൻ റിസൾട്ട് എന്തുകൊണ്ട് ഇങ്ങനെ എന്നതിനെ പറ്റി നമ്മളൊന്ന് തുറന്നു പറയുകയാണെങ്കിൽ തരുത്തുപോയി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത എക്സിറ്റ് പോൾ ഫലങ്ങളുടെ നേരെ വിപരീതമായിട്ട് വന്ന ഒരു ഇലക്ഷൻ റിസൾട്ട്. അപ്പൊ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു, ഇലക്ഷൻ റിസൾട്ടിന് പിന്നിലെ കറുത്ത കരങ്ങൾ ആരുടെ. പക്ഷെ അതെന്താ രസിച്ച, ഒരു പക്ഷേ ഞങ്ങൾക്ക് അതിൽ ആരുടെ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു കറുത്ത കൈ ഉണ്ടെന്ന് സംശയിക്കുന്നു എന്ന് ഞങ്ങൾ അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലും അത് ആരാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം ആ വീഡിയോന് കാര്യമായിട്ടുള്ള വ്യൂ ഒന്നും വന്നില്ല. ഞങ്ങളെ ബാക്കി വീഡിയോ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പക്ഷെ ഇന്ന് ABC മലയാളം ചാനലിന് നന്ദി പറയണം. അവരൊരു പ്രോഗ്രാം ചെയ്തതായിട്ട് ഇന്ന് വൈകിട്ട് എന്നോട് മധുസൂദനൻ വിളിച്ച് പറഞ്ഞു, ആ വീഡിയോ ഒന്ന് കാണണം, കാര്യപ്പെട്ട എന്തുണ്ട്. അപ്പൊ ഞാൻ സാധാരണ കുറച്ച് സ്കെപ്റ്റിക്കലാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ വരണോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഇന്ന് കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞ് ഈ വീഡിയോ മുഴുവനായിരുന്ന് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ കറുത്ത കരങ്ങൾ ആരുടെയാണെന്ന് അത് പ്രൂവ് ചെയ്യുന്ന പോലെയാണ് വന്നിട്ടുള്ളത്. ABC മലയാളം തന്നെ അവരുടെ പ്രക്ഷേപണത്തിൽ പറഞ്ഞു, രഞ്ജിത്ത് രാമേന്ദ്രൻ എന്ന എഴുത്തുകാരൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ആരാണ് ജോർജ് സൊറോസ്, എന്താണ് അങ്ങേരുടെ റോള്, എന്താണ് അങ്ങേരുടെ പ്രവർത്തനങ്ങൾ എന്നതിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരോടും വായിക്കാൻ അവർ അഭ്യർത്ഥിക്കുന്ന ഒരു പോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ വീഡിയോ. അപ്പൊ നമുക്ക് ശരിക്കും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഉത്തർപ്രദേശ് ഇലക്ഷൻ റിസൾട്ട് നേരത്തെ പറഞ്ഞ പോലെ വളരെ സംശയം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതിന് കുറച്ച് മാസങ്ങൾ മുമ്പ് മാത്രമാണ് ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയാവുന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടന്നത്. പിന്നെ ഓഫ്കോഴ്സ് അതിൻ്റെ കൂടെ കർണാടക, അതിന് കൂടെ ഹൈദരാബാദും ഉണ്ടായിരുന്നു, അതായത് തെലങ്കാന. അന്ന് ഒരു ഫലവും ഈ കോൺഗ്രസിന്റെ ക്യാമ്പയിനോ ബാക്കി ഓപ്പോസിഷൻ പാർട്ടിയുടെ ക്യാമ്പയിനോ ഉണ്ടായിരുന്നില്ല. ശരിയാണ്, അതിനുശേഷം ഇന്ത്യ അലയൻസ് കുറച്ചൊക്കെ പൊടിതട്ടിയെടുത്ത് അവർ കൊണ്ടുവന്നുവെങ്കിലും ഇത് വളരെ പ്രതീക്ഷിക്കാത്തൊരു ഇതായിരുന്നു. അപ്പൊ ഇതിലിപ്പോ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ ജോർജ് സൊറോസും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു ബന്ധം പുറത്തു വരികയാണ്. ജോർജ് സൊറോസിന്റെ വല്യമ്മയുടെ കൊച്ചുമകനാണ് ശ്രീ രാഹുൽ ഗാന്ധി. അതെങ്ങനെയാന്ന് വെച്ചാൽ, മോത്തിലാൽ നെഹ്റുവിന്റെ ജ്യേഷ്ഠൻ നന്ദലാൽ നെഹ്റുവിന്റെ മകൻ BK നെഹ്റു, അദ്ദേഹം പല സ്റ്റേറ്റിലും ഗവർണറായിരുന്നിട്ടുണ്ട്, ഇന്ത്യക്കാർക്ക് സുപരിചിതനാണ്. അദ്ദേഹം ഒരു ഹംഗേറിയനെയാണ് കല്യാണം കഴിച്ചത്. ജോർജ് സൊറോസും ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങേർക്ക് 2 രാജ്യങ്ങളിൽ പൗരത്വമുണ്ട്. പക്ഷെ അങ്ങേരും ജനിച്ചിട്ടുള്ളത് ബുഡാപെസ്റ്റിലാണ്. ഈ BK നെഹ്റു കല്യാണം കഴിച്ച സ്ത്രീ, അവർ പിന്നീട് ഇന്ത്യയിൽ നെഹ്റു കുടുംബം ഒക്കെ ആയിട്ട് ഭയങ്കര അടുപ്പവും എല്ലാം ഉണ്ടായിരുന്ന, ശോഭ എന്ന വിളിപ്പേരൊക്കെ ഉണ്ടായിരുന്ന, അവരും സൊറോസും ബന്ധുക്കളാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് അപ്പോഴും നിങ്ങൾ ചോദിക്കും, അതിന് ഒരു ബന്ധം, ഇപ്പോൾ ഒരു മുള്ളിത്തെറിച്ച ബന്ധം ഉണ്ടെങ്കിൽ എന്താ അതും ഇന്ത്യൻ ഇലക്ഷനുമായിട്ട് ബന്ധം എന്ന് ചോദിക്കും. പക്ഷെ ഇത് എന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ, കുറെ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഒന്ന്, ഒരു കാസ്റ്റ് സെൻസസിന് വേണ്ടിയിട്ട് ആദ്യം നിതീഷ് കുമാറും പിന്നീട് രാഹുൽ ഗാന്ധി ആൻഡ് കമ്പനി എല്ലാവരും, രാഹുൽ ഗാന്ധി ഭയങ്കരമായിട്ട്, അതായത് ഒരിക്കലും ഇങ്ങനത്തെ യാതൊരു സംഗതിയെ പറ്റി പഠിക്കാനോ ശരിക്കും സംസാരിക്കാനോ ഒരിക്കലും ശ്രമിക്കാത്ത രാഹുൽ ഗാന്ധി പെട്ടെന്ന് കാസ്റ്റ് സെൻസസ് വേണമെന്നും അതിനനുസരിച്ച് അതിലെത്ര ഇതുണ്ടോ അതിനനുസരിച്ച് നമുക്ക് റിസർവേഷൻ ആക്കാമെന്നൊക്കെ ഉള്ള പദ്ധതിയായിട്ട് ഭയങ്കരമായിട്ട് അതിനായിട്ട് മുന്നോട്ട് പോയി. ഇപ്പൊ വെളിപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം,
ഈ കാസ്റ്റ് സെൻസസിന് വേണ്ടിയിട്ടുള്ള ഈ ശ്രമങ്ങൾ മുഴുവൻ ഒരു ഫ്രഞ്ചുകാരനായ ഒരു എഴുത്തുകാരൻ, അതായത് ജോർജ് സൊറോസിന്റെ പേറോളിലുള്ള ഒരു കക്ഷി, അദ്ദേഹം എഴുതിയ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനും കൂടി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറഞ്ഞത് ഇന്ത്യയിലെ ഒരു കാസ്റ്റ് സെൻസസ് അനിവാര്യമാണ് എന്നൊരു വാദമാണ് അവർ കൊണ്ടുവന്നത്. ഒരു കാര്യം കൂടി അവർ പറഞ്ഞു വെച്ചു, ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൽ OBC, SC, ST എന്നിവർക്ക് തീരെ പ്രാതിനിധ്യമില്ല. പക്ഷെ പിന്നീട് ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് വന്ന ഉടനെ ഗവൺമെന്റ് ഡാറ്റ വന്നപ്പോൾ അത് ശരിയല്ല എന്ന് അപ്പം തന്നെ പൊളിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഈ വാദം നമ്മുടെ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. അതായത് എഴുതിയ ആൾക്കാർ പോലും ഒന്ന് ബാക്ക് ഫുട്ടിലായ സംഗതി മീഡിയ ഏറ്റെടുത്തിട്ട് രാഹുൽ ഗാന്ധി മറ്റവരും എല്ലാവരും പറയുന്നത് പൊടിപ്പും തൊങ്ങലും വെച്ച് അത് പ്രചരിപ്പിച്ചു. അതൊരു ആദ്യഘട്ടം. അപ്പൊ അവിടെ ജോർജ് സൊറോസിന്റെ കൈ. പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ ഇലക്ഷന് മുമ്പായിട്ട് ഏകദേശം 8.5 കോടി ബോണ്ട് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള റിസർവ് ബാങ്കിന് മാത്രം ഇറക്കാൻ അധികാരമുണ്ട്, സ്റ്റേറ്റുകൾക്ക് വേണമെങ്കിൽ ഇറക്കാം. അതായത് ഗവൺമെന്റിന് പാടുള്ളൂ, ഗവൺമെന്റ് റിസർവ് ബാങ്ക്. അങ്ങനെ ഒരു 1 ലക്ഷം രൂപ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഇന്ത്യ അലയൻസിൽ ആർക്കെങ്കിലും വോട്ട് ചെയ്താൽ തരാം എന്ന് പറയുന്ന 8.5 കോടി ബോണ്ട് 12 സ്റ്റേറ്റില് വിവിധ ഭാഷകളിൽ ഇറക്കി. ഇത് കാര്യമായിട്ട് വോട്ട് സ്വാധീനിച്ചു എന്നതിന് ഇപ്പോൾ പൂർണ്ണ തെളിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഗതിയാണ്, ഈ ജോർജ് സൊറോസിന്റെ നമ്മളൊരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ 2008 അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ആന്റിയെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർട്ടേർഡ് പ്ലെയിൻ എടുത്തിട്ട് ഇന്ത്യ സന്ദർശിച്ചിരുന്നു അങ്ങേര്. പിന്നെ അത് കൂടാതെ ഈ നേരത്തെ പറഞ്ഞ ഫ്രഞ്ച് എഴുത്തുകാരന്റെ പേര് ക്രിസ്റ്റഫർ ജെഫർലോട്ട് എന്നാണ്. പിന്നെ അത് കൂടാതെ വേറൊരു സംഗതി കൂടി അവർ ചെയ്തു. അതായത് നമ്മുടെ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അശോക യൂണിവേഴ്സിറ്റി. ദേശദ്രോഹപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുടെ ഒരു താവളമായിട്ട് ആ യൂണിവേഴ്സിറ്റി മാറിയിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരുടെ ഒരു NGO ഉണ്ട്, അതിന്റെ പേര് ത്രിവേദി സെന്റർ ഫോർ പൊളിറ്റിക്കൽ ഡാറ്റ. അതിന്റെ കുറച്ച് ഇത് വെച്ചിട്ട് ഇവിടെ സെൻസസ് നടക്കുന്നില്ല എന്നൊരു ഇതും കൂടി ഒരു ക്യാമ്പയിൻ നടന്നു. അതിന് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾ അങ്ങനെ വീണു കൊടുത്തു. പക്ഷെ ഇതൊന്നും അവരറിയാതെ ചെയ്തതാണെന്ന് നമുക്ക് ധരിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാം ജോർജ് സൊറോസിന്റെ കൈയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ആ സ്കീമിന്റെ പേര് മഹാലക്ഷ്മി സ്കീം എന്നായിരുന്നു. ഇത് പ്രിന്റ് ചെയ്തത് ഒമേഡിയാർ എന്ന് പറഞ്ഞ ജോർജ് സൊറോസിന്റെ ഫണ്ടിങ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു, ഇവരുടെ പ്രതീക്ഷ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഇലക്ഷനിൽ ഇന്ത്യ അലയൻസിന് ഭൂരിപക്ഷം കിട്ടും, മോദി തോൽക്കും. അത് വരില്ല എന്ന് അവർക്ക് മനസ്സിലായ നിമിഷം ഈ ഒമേഡിയാർ എന്ന് പറഞ്ഞ ജോർജ് സൊറോസിന്റെ ഫണ്ടിങ് ഉള്ള കമ്പനി അവരുടെ ഓഫീസ് പൂട്ടിയിട്ട് ഈ രാജ്യത്തു നിന്ന് അവരുടെ ആളുകൾ സ്ഥലം വിട്ടു. ഇതൊക്കെ കൂടാതെ വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇസ്രയേലി കമ്പനിയെ ജോർജ് സൊറോസ് അഗെയിൻ അവിടെ എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഭയങ്കരമായിട്ട് ഈ റൈറ്റ് വിങ് ചാനൽസിനെതിരെയും BJP ഉൾപ്പെടെയുള്ള NDA സഖ്യ കൂട്ടണിക്കെതിരെയും ഭയങ്കരമായിട്ട് ക്യാമ്പയിൻ. അതിൽ യൂട്യൂബിന്റെ അൽഗോറിതം വരെ ഓൾട്ടർ ചെയ്യാൻ നോക്കിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്ന എന്താ പറയുക വെബ്സൈറ്റ്സിനെയും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലുള്ള ബാക്കി സംഗതികൾ അവർക്ക് പെട്ടെന്ന് ആ സമയത്ത് ഭയങ്കരമായിട്ട് വ്യൂവർഷിപ്പ് കൂടി. ഇതിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഒരു ധ്രുവ് റാഠി എന്ന് പറഞ്ഞ ജർമ്മനിയിലുള്ള ഒരു ഇന്ത്യക്കാരൻ, അദ്ദേഹത്തിന്റെ വീഡിയോകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഇത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോകൾ ഈ ഇലക്ഷന് മുമ്പുള്ള നാളുകളിൽ 18 മില്യൺ വ്യൂസ് ആണ് കിട്ടിയത്. അതിന്
18 മില്യൺ വ്യൂസ് കിട്ടി. ധ്രുവ് റാട്ടി എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലിരുന്ന് ഇംഗ്ലീഷിൽ പ്രക്ഷേപണം ചെയ്ത കക്ഷിയുടെ എല്ലാ ഭാഷകളിലേക്കും ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ. ഈ ജോർജ് റാട്ടിക്ക് വ്യൂവർഷിപ്പ് എത്രത്തോളം കിട്ടിയോ ആ സമയത്ത് ഈ NDAയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് റൈറ്റ് വിങ് ഫിലോസഫിയിലേക്ക് നീങ്ങി നിൽക്കുന്ന ചാനലുകളുടെ വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ TRP എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം, വ്യൂവർഷിപ്പ് തന്നെ വിളിക്കാം, കുത്തനെ ഇടിച്ചു. അപ്പൊ ഇത് എത്ര ഭയങ്കര ഒരു സംഗതിയാണ് ഉണ്ടായത് എന്നത് ഒരു ചോദ്യം. ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് അറിയാമായിരുന്നോ എന്നത് രണ്ടാമത്തെ ചോദ്യം. അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നത് വളരെ ഗൗരവം അർഹിക്കുന്ന ചോദ്യം. ഇതാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. മധുസൂദനൻ സംസാരിക്കും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ആ കറുത്ത കൈകള് എന്ന് നമ്മളന്ന് പറഞ്ഞ് ഇറക്കിയ ആ ഒരു ഇതുണ്ടല്ലോ, അതിന്റെ ഒരു സത്യം ഇപ്പൊ പുറത്തേക്ക് വരുന്നതിന്റെ ഒരു രൂപമാണ് കാണുന്നത്. ഏതായാലും നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ABC മലയാളം എന്ന് പറയുന്ന ആ ഒരു പിന്നെ ആ ചാനലുകാരുടെ കണ്ടുപിടുത്തമാണ്. നമ്മൾ അതിനെ ഒന്നും കൂടി പിന്നെ കേട്ടത് കൊണ്ട് അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകർ കൂടി കേട്ടോട്ടെ എന്ന് വിചാരിച്ച് പറയാന്ന് മാത്രമേ ഉള്ളൂ. അവരെ ആണ് അതിന്റെ പിന്നെ ആ സംഗതികളൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ആ ചെയ്തു വെച്ച സംഗതികള് ഇറ്റ് ഈസ് വളരെ കറക്റ്റായ ഒരു സംഗതികളെ പിന്നെ ഒരു ന്യൂസ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും കോൺഗ്രസിന് ഉണ്ടായ 99 സീറ്റും അതേമാതിരി അവരുടെ സഖ്യത്തിനുണ്ടായ സീറ്റുകളും അവരെ മുഴുവൻ പിരിച്ചു വിടണമെന്നാണ് ഞാൻ പറയുന്നത്. അവരെ മുഴുവൻ പിരിച്ചു വിട്ടിട്ട് അവിടെയൊക്കെ ഒരു റീ എലക്ഷൻ വേണം. കാരണം 8.5 കോടി ജനങ്ങളെ പറ്റിക്കുക ചെയ്തിരിക്കുന്നത്. 1 ലക്ഷം രൂപ ഞങ്ങൾ ജയിച്ചാല് വോട്ടർമാരെ ഞങ്ങൾ ജയിച്ചാൽ തരാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ബോണ്ട് എഴുതി കൊടുക്കുക, ഒരു കടലാസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ കാണുന്നു. തമിഴ്നാട്ടിൽ നടന്നതായിട്ട് കാണുന്നത്, നോർത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇത് കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എത്രത്തോളം നമുക്ക് സത്യസന്ധമാണെന്നില്ലെന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ ലോകാണ്, പലതും ഇറക്കാം. പക്ഷെ എന്ത് തന്നെ ആയാലും എന്തോ ഒന്ന് സംഭവിച്ചു എന്നുള്ള നമ്മുടെ സംശയത്തിന് വളരെ വ്യക്തമായ ഒരു ആൻസർ ആണ് ആ ചാനലുകാർ തരുന്നത് എന്നാണ് എനിക്ക് അതിനെ പറ്റിയിട്ട് വളരെ 8.5 കോടി കാർഡാണ് അത്. ഇപ്പൊ ഒരു 3 ആളെ വെച്ച് നോക്കിയാലും 24 കോടി വോട്ടർമാരെ സ്വാധീനിച്ചു. അപ്പം അവരെ എന്ത് തന്നെയായാലും കോടതി പോകുക അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ ഉടനടി തന്നെ ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ജനങ്ങളെ പറ്റിക്കുക ചെയ്തിരിക്കുന്നത് ആ ഒരു വിഭാഗത്തിന്റെ എല്ലാ സീറ്റുകളും അസാധുവാക്കണം. ഈ ജോർജ് സോറോസ് എന്ന് പറയുന്ന ഒരാള് ഇവിടെ വന്നിട്ട് ഇത്രയും അയാള് വെച്ചാല് പണത്തിന് യാതൊരു കുറവില്ലാത്ത ആളാ. ലോകത്തിലെ 30-40 പണക്കാരുള്ള ഒരാളാണ് അയാൾ. അത്രയും വലിയ സാമ്പത്തികമായിട്ട് ശേഷിയില്ല ഒരാളാണ് അയാള്. അപ്പൊ അയാൾക്ക് ഇവിടെ വന്നിട്ട് എന്തു ചെയ്യാൻ പറ്റും? 5-10 ആൾക്കാര് സാഹിബ്മാരെ ഇവിടെ ഇരിക്കുന്ന പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് വന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മളെ അടുത്ത് ഭരണം ഉണ്ടായിട്ട് ഇങ്ങനെ നടന്നൊരു മിഷണറിയെ പറ്റി എന്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനോ അതിനെതിരെ നടപടിയെടുക്കാനോ സാധിച്ചില്ല എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ചിലപ്പം ഒരു കാരണം ഉണ്ടാകാം. എന്തെങ്കിലും പെട്ടെന്ന് എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമുക്കെതിരെ BJPക്ക് എതിരെയുള്ള ഒരു നീക്കമായി മാറിയാൻ ചാൻസ് ഉണ്ട്. അതും ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം BJP വീണ്ടും ഇപ്പോഴും ഇലക്ഷൻ ടൈമിലും കളിക്കുകയാണെന്നില്ല ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ഇവിടുത്തെ പത്രങ്ങൾക്കും മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾക്കും എല്ലാവർക്കും സാധിക്കും. കാരണം എല്ലാവരും സൊറോസിന്റെ ചെലവിലാണ്. എല്ലാവരും ഒറ്റ കൈയാണ്. ആ ഒറ്റ കൈ ആയതുകൊണ്ട് അതുകൂടി ശ്രദ്ധിച്ചിട്ടായിരിക്കണം നമ്മുടെ പിന്നെ സർക്കാർ
സർക്കാർ നമ്മളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആൾക്കാരും മറ്റുള്ള കാര്യങ്ങളും മിഷണറികളൊന്നും ചലിക്കാതെ നിന്നത് എന്ന് തോന്നുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള വിവരം ഇതൊരു സത്യമാണെങ്കിൽ ഏതായാലും ഇതിൽ 99% ഇതിൽ സത്യമുണ്ട് തന്നെയാണ്. അപ്പൊ ഇതിന്റെ സത്യം സോറോസിന്റെ ഞാൻ പറയാൻ വിട്ടുപോയ ഒറ്റ കാര്യം മതി. സോറോസ് ഒരു 2023 ഒരു സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ള പേരിൽ, അതായത് UN സെക്യൂരിറ്റി കൗൺസിലായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സെക്യൂരിറ്റി കൗൺസിൽ എന്നൊരു ഒരു പ്രോഗ്രാം മ്യൂണിക്കിൽ വെച്ചിട്ട്, ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ചിട്ട് അത് നടക്കുമ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു, ഇന്ത്യയിലെ ഒരു ഏകാധിപത്യ ഹിന്ദു വർഗീയ പാർട്ടി ഭരിക്കുന്നുണ്ട്, ആ സർക്കാരിനെ താഴെ ഇറക്കാൻ ഞാൻ $5000 കോടി ഞാൻ വകവെച്ചിട്ടുണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്, അത് ഞാൻ വായിച്ചതില്ല. അത് സംഗതി ക്ലിയർ ആണ്. ഇപ്പൊ ഇവരാരും പറയണമെന്നില്ല, അത് ക്ലിയർ ആയിട്ട് അന്ന് വായിച്ചതാണത്. പിന്നെ അന്ന് അയാളെ ആ മുഖമൊക്കെ കാണിച്ചു കൊണ്ട് തന്നെ ഏതോ ഒരു നമ്മളെ യൂട്യൂബിലോ അങ്ങനെ എന്തിനോ വന്നിരുന്നു. അന്ന് അത് ആ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു, അത് വായിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം എന്നൊന്നും അയാളെ പറഞ്ഞോളൂ, ഓൻ തന്നെ പറയാൻ പറ്റും. അത് വൃത്തിയിട്ടോന്നെ പറയാൻ പറ്റും. ഇന്ത്യന്റെ ജനാധിപത്യത്തിനെ നശിപ്പിക്കാൻ വന്ന ഒരു തീവ്രവാദിയാണ് പറയാൻ പറ്റൂലോ. അപ്പോ കാപാലികൻ എന്നൊക്കെ ഏറ്റവും വലിയ മോശമായ എന്ത് വാക്കാ ഉപയോഗിക്കാൻ പറ്റുക വെച്ചാൽ അതാണ് ഉപയോഗിക്കേണ്ടത് അയാളെ. പിന്നെ ഒരു പൊതു ഇതിലായതിനെ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ശരിക്കും അങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ തന്നെ അയാളെ വർണ്ണിക്കേണ്ടതാണ്. അത്ര വൃത്തികെട്ടവനാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നോക്കിയത്. ജനാധിപത്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കിയിട്ട് സ്വന്തം കുടുംബക്കാരുടെ ഒന്ന് പ്രധാനമന്ത്രിയാക്കി കണ്ട് ഇന്ത്യന്റെ ബാക്കി കാര്യം കൂടി കട്ടുകൊണ്ടുപോകാം എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കണം. ഈ പൊട്ടനെ ഒന്ന് പിടിച്ച് അവിടെ ഇരുത്താന്നില്ലത് ഒരു മോഹം. പഴയ ആന്റി പറഞ്ഞു കൊടുത്തായിരിക്കും ചിലപ്പോ. കാണാൻ വന്നപ്പോ ചാവുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടോ ഇവനെങ്ങനെയെങ്കിലും ഒന്ന് ഇരുത്തണട്ടോന്ന്. അങ്ങനെ എന്തെങ്കിലും രക്ഷപ്പെടുത്തണം. അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ കാരണവരും ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പൊ ഇതൊക്കെ ഈ സംഗതികളൊക്കെ നടക്കുന്നില്ലത് യാതൊരു സംശയമില്ല. ഇപ്പൊ അമേരിക്കൻ പിന്നെ തെരഞ്ഞെടുപ്പിലൊക്കെ പഴയ ട്രംപിനെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ട് അയാള് ഈ തോൽവിനെ അംഗീകരിക്കാതിരുന്ന കഥയൊക്കെ ഇല്ലേ? അങ്ങനത്തെ അമേരിക്കൻ തെരഞ്ഞെടുപ്പും അതുപോലെ റഷ്യൻ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇല്ല പണ്ടല്ല, അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയപ്പെട്ടിട്ടുള്ള അമേരിക്ക പോലത്തെ രാജ്യങ്ങളാകാം, അല്ലെങ്കിൽ മറ്റു വേറെ ഏത് രാജ്യങ്ങളാകാം, പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്കുണ്ടായ ആ ഒരു നെഞ്ചിടിപ്പാണ് ഇവിടെ കാണുന്നത്. അത് ഒരു സോറോസിന്റെ ഉള്ളിലൂടെ നടപ്പാക്കുന്നു എന്നേ ഉള്ളൂ. അയാളെ കുടുംബക്കാരനൊന്നും പ്രധാനമന്ത്രിയാക്കി കാണാനില്ല ഒരു ആഗ്രഹം കൂടി. രണ്ടും കൂടി ആയപ്പോ വലിയൊരു വർക്കൗട്ടാണ് നടന്നത്. ഏതായാലും സംഗതി ഇന്ത്യയെ ക്ഷയിപ്പിക്കണം. അതിനെതിരെ ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ശരി, വലിയൊരു അന്വേഷണം നടത്തി ഇന്ത്യയിലില്ലേ ഇവരെ എല്ലാം ജീവിതകാലം പുറത്തു വരാത്ത തരത്തില് അകത്താക്കണം. അതിനുള്ള നടപടി ഉടനടി നമ്മളെ സർക്കാർ എടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിലൊക്കെ പല മലയാളികൾ വരെ ഉണ്ട് എന്നൊക്കെയാ പറയുന്നത്. ഉണ്ട്. യൂട്യൂബിൽ നിന്ന് 17 പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, 4 മലയാളികളാണ്. അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സത്യമാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന സംഗതികളാണ്. ആലോചിച്ചു, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാത്ത തെരഞ്ഞെടുപ്പ് കാലഘട്ടം കുറെ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിലേക്ക് ഈ ജനാധിപത്യത്തിന് വേണ്ടി 24 മണിക്കൂറും കരയുന്ന ആൾക്കാരാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാരും SP എല്ലാ പാർട്ടിക്കാരും. 19ഓളം പാർട്ടിക്കാര് BJPയുടെ കയ്യിൽ ജനാധിപത്യം ഇല്ല എന്നുണ്ട്, ജനാധിപത്യത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. അവരാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. എന്ത് ശിക്ഷ ഇവർക്ക് കൊടുക്കണം എന്നുള്ളത് പിന്നെ കോടതിയൊന്നല്ല, ജനങ്ങൾ കൊടുക്കണം. ഇവർക്ക് ശിക്ഷ സംഗതി കൂടിയുണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ പ്രകാരം ഇതുപോലത്തെ ഇത് കൊടുക്കാൻ പാടില്ല. ഇവര് കൊടുത്തിട്ടുള്ള ഈ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരാളെ, അതായത് പൈസ കൊടുക്കാം എന്നൊരു ഇതാണല്ലോ. അങ്ങനെ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ ആ ഇലക്ഷൻ ക്യാൻസൽ ആക്കാനുള്ള വകുപ്പുണ്ട്. ഇലക്ഷൻ നിയമങ്ങളുടെ ലംഘനമാണിത്, നഗ്നമായ ലംഘനം.
അപ്പൊ അതൊക്കെ എന്ത് തന്നെയായാലും അതിനൊക്കെ എന്തിനാ സമയം എടുക്കുന്നത് സർക്കാർ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളെ ആഭ്യന്തരമന്ത്രി ഇന്ന് കയറിയിരുന്ന് നമ്മളെല്ലാ മന്ത്രിമാരും ഗമയോട് കൂടി ഇന്ന് കയറിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഇനി എന്തിനാ സമയം എടുക്കുന്നത് ഇല്ലതാണ് ആലോചിക്കേണ്ടത്. സമയം എടുക്കാൻ പാടില്ല, ഒരു നിമിഷം എടുക്കാൻ പാടില്ല. അതിന് അന്വേഷണം ഇവിടെ വെച്ച് ആരംഭിക്കണം. ആരംഭിച്ച് ഇവരൊക്കെ ജീവിതത്തിൽ ഇനി പുറം ലോകം കാണരുത്. കുറച്ചാൾക്കാർ ഇപ്പൊ കിടക്കുന്നുണ്ടല്ലോ കേരളത്തിലില്ലേ, അതേമാതിരി കിടന്നു പോണം, ലോകം കാണരുത്. അല്ലാതെ ശരിയാണ്. അല്ലെങ്കിൽ നമ്മളെ ജനാധിപത്യത്തിന് ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പിന് ഇതിലും വലിയ പ്രഹരമായിരിക്കും ഏൽക്കുക എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അല്ല, ഇതിലിപ്പോ ഒരു കാര്യം വളരെ തെളിഞ്ഞു. അതായത് പെട്ടെന്ന് ജനങ്ങൾക്ക് ഗാന്ധി കുടുംബത്തോട് പ്രത്യേക ഒരു സ്നേഹം തോന്നിയതൊന്നല്ല ഒരു ദിവസം കൊണ്ട്. പിന്നെ അതുപോലെ ഈ എന്താ പറയുക, ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റും എന്ന ഒരു ഇത് നടന്നു, ക്യാമ്പയിൻ നടന്നു. പക്ഷെ അത് ആൾക്കാർ വിശ്വസിക്കുന്നത് കൂടാതെ ആ വിശ്വസിക്കുന്നതിന് ഇതിൽ നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് ഓരോ ലക്ഷം ഉറുപ്പ്യ കിട്ടും എന്നൊരു പ്രലോഭനായിരുന്നു അതിന്റെ പിന്നിൽ. അല്ലാണ്ട് ഇവര് പറഞ്ഞ വാക്ക് അവർ വിശ്വസിച്ചതല്ല. അല്ലെ? എന്ത് തോന്നുന്നു? അതെ അതെ അതെ. ഈ പണം കിട്ടും എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ആഗ്രഹം ഉണ്ടല്ലോ പാവപ്പെട്ട ഏത് ആൾക്കാർക്ക്. ഇപ്പൊ 1 ലക്ഷം റുപ്യ വെറുതെ കിട്ടുക, മറ്റൊരു വോട്ടിന്റെ മേലെ കിട്ടുക, പിന്നെ ടക്ക എന്നിട്ട് 8500 ഡെയിലി രാവിലെ ഇങ്ങനെ വരും എന്ന് പറയുന്നത് ആരായാലും വീണു പോവില്ലേ? ഏതൊരാൾക്കാരും അതിന് വീഴാതിരിക്കുവോ? ജൂലൈ 6-ാം തീയതി മുതലോ എത്രയാണ്, അല്ല ജൂൺ 6-ാം തീയതി മുതൽ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ 8500 മാസം വരികയാണെന്നാ പറഞ്ഞത്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക് എല്ലാവർക്കും ഇതിങ്ങനെ 8500 വരും. എന്താണ് കടാ എന്താണ് ഒരു പ്രത്യേക ഒരു ശബ്ദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ സാധനത്തോട് കൂടി ഇതിങ്ങനെ വരിക എന്നൊക്കെ പറയുമ്പോ ഏതൊരാളാ ചെയ്യാത്തത്? കാരണം ഈ 1 ലക്ഷത്തിന് 12 മാസമായിട്ട് അതുവരെ പറഞ്ഞു. അതെ അതെ, എല്ലാം കൃത്യമായിട്ട് എങ്ങനെ കിട്ടുക, പൈസ എവിടെ 1 വരിക. ലക്ഷത്തിനെ 12 മാസത്തിലായിട്ട് ഡിവൈഡ് ചെയ്ത് 8500 ആയിക്കൊണ്ട് ഓരോ ദിവസം ഓരോ മാസത്തിന്റെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞത്. കോൺഗ്രസ് ജയിച്ചു വന്നാൽ ഇത് കേട്ടിട്ട് എന്തുകൊണ്ട് കണ്ട ഏതെങ്കിലും ഒരു നായി അവിടെയെങ്കിൽ ചത്ത് വീണ അതിന് വരെ പിന്നെ കേസ് എടുക്കുന്നേ നമ്മുടെ നാട്ടിലെ കോടതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ എന്തുകൊണ്ട് ഇത് മിണ്ടാതിരിക്കുന്നത്? സ്വന്തമായി ഒരു കേസ് എടുത്തിട്ട് ഇതിനൊക്കെതിരെ നീങ്ങേണ്ടതല്ലേ? പിന്നെ ഈ ഇലക്ഷൻ വേറൊരു കാര്യം, ഇപ്പൊ നമ്മളെ ഒരു മലയാളത്തിലെ ഒരു ചാനൽ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു മലയാളി എഴുത്തുകാരൻ എഴുതി അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തു. അത് എല്ലാവരും അത് അതിനെപ്പറ്റി സംസാരിക്കുന്നതെല്ലാം ഉണ്ട്. ദേശീയ മാധ്യമങ്ങളിൽ എന്താ ഈ സംഗതി വരാത്തത്? വളരെ വളരെ ഇതല്ലേ, അത്ഭുതമല്ലേ അത്? ഞാനിത് ഇന്ന് കണ്ടതിന്റെ ശേഷം എല്ലാ മാധ്യമങ്ങളും എല്ലാ സ്ഥലത്തും ഒന്ന് തെരഞ്ഞു നോക്കി, എവിടെയില്ല. മലയാളം പോട്ടെ, മലയാളം ചാനലുകാർക്ക് പിന്നെ അത് പറയില്ല. കാരണം വെച്ചാൽ ഒരു കോൺഗ്രസ്സുകാർ ആണല്ലോ ഓരുണ്ടാക്കിയെടുത്തത്. ഓരുണ്ടാക്കിയെടുത്തത് കോൺഗ്രസ്സുകാരും മറ്റേ ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളായതിനെ കൊണ്ട് അവരെ പറ്റിയിട്ട് ഇവരൊന്നും പറയില്ല, മാപ്രകളൊന്നും പറയില്ല. അവർക്കത് പറഞ്ഞാൽ വലിയ ദോഷം വരും. പക്ഷേ ബാക്കിയുള്ള ഒരുപാട് ചാനലുകളുണ്ട് രാജ്യത്തിന് വേണ്ടിയൊക്കെ നിലനിന്ന്. ഉദയത്തിൽ നമ്മളെ ഈ റിപ്പബ്ലിക് ചാനൽ എന്നൊക്കെ പറയുന്ന അവരൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് വിളിച്ച് പറയുന്ന ഒരാളാണ് അയാളും പറയുന്നത് കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എനിക്കൊരു സംശയം എന്താ വെച്ചാല് അവിടുന്ന് കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും കാര്യപ്പെട്ട നടപടി എടുക്കുന്നതിന് മുന്നോടിയായിരിക്കും ഒരു പക്ഷേ ഇത് ഈ വാർത്ത കൊടുക്കണ്ട എന്ന് ചിലപ്പോൾ അഡ്വൈസ് ചെയ്ത് കാണാം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ റിപ്പബ്ലിക് പോലത്തെ ഒരു ചാനലിൽ ഇതുപോലത്തെ ഒരു ദേശീയ സുരക്ഷയ്ക്ക് എതിരെയുള്ള ഒരു സംഗതി ഒരിക്കലും അവരത് വാർത്തയാക്കാതിരിക്കില്ല. ഇതിൽ പറഞ്ഞ ഒരു സംഗതി ഒരു ദിവസം റിപ്പബ്ലിക്കിൽ വന്നു. അത് അല്ല എ ഐ എന്തോ ഒരു സംതിങ് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അത് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അരുണ ഗോസ്വാമി അതിനെ പറ്റിയിട്ട് ഒരു വലിയ ഒരു വിവരണം കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റ ദിവസം ഉണ്ടായിരുന്നത്. പിന്നെ അത് കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതൊക്കെ വലിയ വലിയ ആൾക്കാരെ കളിയായോണ്ട് നമ്മൾ ചിന്തിക്കേണ്ട തോന്നുന്നു അല്ലേ? അതെ അതെ അതെ, എന്തായാലും എന്തൊക്കെയോ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ മുതൽ നമുക്കുള്ള സംശയങ്ങൾ ഇപ്പൊ ഈ വാർത്ത ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്. ഇപ്പൊ ബി കെ നെഹ്റു എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നും അദ്ദേഹം ഒരു മറ്റേ ഹംഗേറിയൻ സ്ത്രീയാണ് കല്യാണം കഴിച്ചതെന്നുള്ളതും
ഉം. അവർ പാർട്ടീഷൻ കഴിഞ്ഞ ഇന്ത്യയിൽ അവർ കുറെ ഈ അഭയാർത്ഥികളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ട് എന്നുള്ളതും, ആ പിന്നെ ജോർജ് സോറോസ് 2008 ഈ മറ്റേ എന്താ പറയുക പ്ലെയിന് ചാർട്ടർ ചെയ്തിട്ട് വന്ന് ഈ ശോഭ ആന്റിയെ വിഷ് ചെയ്യാൻ വേണ്ടി വന്നതും ഇതെല്ലാം ഫാക്ട്സ് ആണ്. fact ആണ്. ഇതൊക്കെ തെളിയിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെ അതെ, അതൊക്കെ fact ആണ്. അപ്പൊ പക്ഷേ അത് എന്തുകൊണ്ട് എന്നിട്ട് ബാക്കിയുള്ള ചാനലുകാർ അതിനെപ്പറ്റി പറയുന്നില്ല എന്നുള്ളതിനെ പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് വരികയായിരിക്കും. ഈ ഈ ശരിയായിരിക്കും. പറഞ്ഞ പിന്നെ ഇതിൽ ഏറ്റവും ഈ- വലിയൊരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ജോർജ് സോറോസിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവർക്ക് എല്ലാവർക്കും എതിരെ പോകാൻ പോകുന്നത്. ആ 5000 കോടി ഡോളർ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ചെലവാക്കും. വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ഉം. മറ്റേ മാധ്യമങ്ങളുടെ മുമ്പിലാ പറഞ്ഞത്. അതിന്റെ പറഞ്ഞത്. ടേപ്പ് ഉണ്ട്, അതിന്റെ ആ. വീഡിയോ ഉണ്ട്, എല്ലാം ഉണ്ട്. അതെ അതെ. അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോകാത്തതെന്നുള്ളതിനെ പറ്റിയിട്ട് വരും ദിവസങ്ങളിൽ സംഭവിക്കും. എന്തെങ്കിലും ഒന്ന് സംഭവിക്കാതിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പിന്നെ ഇവിടെ ഇതിനെതിരെ വർക്ക് ചെയ്ത പോയ സായിപ്പുമാര് പോയി. സായിപ്പുമാര് പൊടിയും തട്ടിട്ട് മറ്റേ പീടിയും പൂട്ടി ഓര് പോയി. അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ വലിയ കുറെ സായിപ്പുമാരുണ്ടല്ലോ. നമ്മളെ ഇന്ത്യൻ സായിപ്പുമാര് വലിയ യൂണിവേഴ്സിറ്റി നടത്തുക മറ്റേന്നൊക്കെ പറഞ്ഞ NGO-കളായിട്ട് ഇങ്ങനെ വലിയ ജനസേവനമായിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അവർക്കൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും കുറെ കള്ളപ്പണങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ്. നരേന്ദ്രമോദി കയറി ഇരുന്നതോട് കൂടിയിട്ട് 5 പൈസ കിട്ടാണ്ടായിട്ട് പട്ടിണിയിലാണ് എല്ലാവരും. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വലിച്ചു താഴത്തിടണമെന്നില്ല ഇവർക്ക് എന്തായാലും തോന്നുമല്ലോ. അപ്പൊ ഈ ഒരു ഈ NGO-കൾ മുഴുവൻ അവരെ പോക്കറ്റുകൾ ഇങ്ങനെ ഇരുന്ന് വീർപ്പിച്ചു കൊണ്ടിരുന്നതാണ്. പല രാജ്യത്തും പല പണയും പൈസയും വന്നിട്ട് അതൊക്കെ നിന്നുപോയി. ആ നിന്നുപോയതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു വീണ്ടും കിട്ടി കുറച്ച്. ഇപ്പൊ അടുത്ത 5 കൊല്ലത്തേക്ക് ജീവിക്കേണ്ടത് എല്ലാരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയാളെ പൈസയൊക്കെ നല്ല എടുത്തിട്ട് ദിവസം അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. അയാളെ പൈസയൊക്കെ എടുത്തിട്ട് എല്ലാരും കീശലാക്കി ഇരിക്കുന്നുണ്ട്. 5 പൈസ പിന്നെ പ്രചരണത്തിന്. ആ രാഹുൽ ഗാന്ധി ഇലക്ഷൻ ക്യാമ്പയിന്റെ ഇടയിൽ ഒരു 4 ദിവസം ആ ഫുഡ് പോയ്സണിങ് ആണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മുങ്ങിയല്ലോ. ഉം അതിനുശേഷം പൂർണ്ണ ആരോഗ്യവാനായിട്ട് 4 ദിവസം ഫുഡ് പോയ്സണിങ് ആയിട്ട് കിടന്ന ഒരാള് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വരിക. ഉം. ഇത് ഭയങ്കര പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്ന് ക്യാമ്പയിനിൽ പങ്കെടുത്തു. ആ, അതും അന്ന് തന്നെ അതിനെപ്പറ്റി ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. അയാളെ കൂടെ എന്തോ ഹോർലിക്സ് കുടിക്കാൻ പോയതായിരിക്കും. ഉം. അതെ. ഉഷാറാകാനേ ഉം. ഉഷാറാകേണ്ട മരുന്നിന് പോയതായിരിക്കും. ഈ 93-ാമത്തെ വയസ്സിൽ ആ മനുഷ്യനൊക്കെ വേണ്ടാതെ പണിയെടുക്കുന്ന കാര്യമുണ്ടോ? ഒരു ഇല്ല, അജ്ഞാതൻ, പക്ഷെ ഈ ചെക്കനെ ഇഷ്ടപ്പെടുന്നു. ഇന്ത്യ രാജ്യം ഒരു അല്ല, അജ്ഞാതൻ ബന്ധുവിനെ അല്ലേ? അല്ല പറയും. ഇന്ത്യ രാജ്യേ ഒരു അജ്ഞാതനെ എന്തെങ്കിലും അജ്ഞാതന്മാരാരെങ്കിലും ആളെ വീട്ടെടുത്ത് കൂടെ പോവുകയായിരിക്കും അല്ലേ? പോയിരിക്കും. അവരിൽ പ്രതീക്ഷ അർപ്പിക്കണം അല്ലേ? ഏതെങ്കിലും അജ്ഞാതം പോട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. കാരണം അല്ലാണ്ട് പോയാലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അജ്ഞാതൻ സൊറോസിന്റെ വീട്ടിന്റെ അടുത്ത് കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആ അതിപ്പോ ചിലപ്പോ പറയാൻ പറ്റൂല അങ്ങനെ ഒരു ഭാഗ്യം അയാൾക്ക് ഉണ്ടാകുമോന്ന്. ഉണ്ടാവും. കിട്ടണമല്ലോ. നമ്മൾ മാത്രമായിരിക്കില്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആൾക്കാർ നന്ദി പറയും പിന്നെ അങ്ങനെ വല്ല അജ്ഞാതനും പ്രവർത്തിച്ചാല്. അല്ല, ഏതെങ്കിലും അങ്ങനെ ഒരു അജ്ഞാതൻ ഉണ്ടാവട്ടെ. ഏതൊക്കെയോ ആൾക്കാർ ഏതൊക്കെയോ അജ്ഞാതന്മാർ ഏതൊക്കെയോ പോയിട്ട് എന്തെല്ലോ ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതേമാതിരി ഈ വീട്ടിന്റെ അടുത്ത കൂടി ഇയാൾ മൂത്രമൊഴിക്കാൻ പോകും പറ്റൂല, അജ്ഞാതം പോട്ടെ എന്ന് ചിന്തിക്കാൻ പക്ക്. അതേപോലെ രക്ഷയുള്ളൂ. ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ആളാണേ. ഇതിനൊരു വേസ്റ്റ് ആണ്. 93 കാര്യമൊന്നുമില്ല. എന്നാലും ഈ വയസ്സ് കാലത്തും കുരിഷ്ട മനസ്സ് എന്ന് പറഞ്ഞാല് വല്ലാത്ത കുനിഷ്ടം ചെയ്യണം. അതൊക്കെ അതിനൊക്കെ പടച്ചോൻ കൊടുത്തോളൂ, അത്രേ ഉള്ളൂ. കാരണം നമ്മളെ യുദ്ധങ്ങളിലൊക്കെ എന്ത് ഇതും ആകാം, പക്ഷെ ഇങ്ങനത്തെ വൃത്തികെട്ട നയങ്ങളായിട്ട് വരരുത്. ഇതൊക്കെ വൃത്തികേടുകളായിട്ട് വരരുത്. പറയുകയാണെങ്കിൽ രാജ്യദ്രോഹമല്ലേ ചെയ്യുന്നത്? ആരാണ് ചെയ്തതെന്ന് വെച്ചാൽ വലിയ രാജ്യദ്രോഹി ശരിക്കും. ഒരു ഇലക്ഷൻ പ്രോസസ്സിനെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു കുറ്റം എന്താ ഉള്ളത്? അതെ, ഈ നമ്മളെ എന്താണ് ഈ പുത്രൻ ഇപ്പൊ വലിയ രാജ്യദ്രോഹി. എന്നിട്ട് മൂപ്പർ ഇതൊക്കെ മറച്ചിട്ട് ഇതിപ്പോ ഒക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മറ്റേ എന്താണ് നീറ്റിനെതിരെയുള്ള സമരം, വേറെ എന്തിനൊക്കെയോ എതിരെയുള്ള സമരമൊക്കെ ആയിട്ട് പാർലമെന്റ് തുടങ്ങുന്നത് തന്നെ പിന്നെ ലഹളയാക്കാൻ വേണ്ടിയിട്ടും ഇതിന്റെയൊക്കെ ഒരു ശോഭ കെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാരും ആൾക്കാരും. പക്ഷെ അത് മോദി അമിത്ഷായും കൂടി നീറ്റായിട്ട് കൈകാര്യം ചെയ്തോളൂ. അതിന്റെ മുമ്പേ ചിലപ്പോ ഇത് പുറത്തു വരികയാണെങ്കിലേ
മറ്റേ നീറ്റ് ചിലപ്പോ ഓൻ നീറ്റാവും. ഉം. അതാ ഉണ്ടാകുക. ഇതോടുകൂടി ഓൻ നീറ്റായി കിട്ടുമോ എന്ന് സംശയമുണ്ട്. ഓന്റെ കാര്യം വൃത്തി വെടുപ്പായി കിട്ടുമോ ഒരു സംശയമുണ്ട്. അതായി ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുക, അത്രേ ഉള്ളൂ. അല്ല, ഏതായാലും മാത്രമല്ല എനിക്ക് ഒറ്റ കാര്യം പറയാണ്ട്, ഇപ്പൊ നമ്മളെ ഡൽഹിയിലുള്ള ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പ് മാതിരി ആ, ലോകത്തുള്ള പല മാധ്യമ സ്ഥാപനങ്ങളുടെയും ഒരു ഗ്രൂപ്പായി ചെയ്തിട്ട് വലിയ വലിയ അഴിമതികളും അതുപോലത്തെ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്ന ഒരു പത്രം പോലും ഉം, ഇങ്ങനെ ഒരു കാര്യം അവരുടെ മൂക്കിന് താഴെ നടന്നിട്ട് ഉം. അറിഞ്ഞിട്ടുണ്ടാവും എന്നതിൽ സംശയമില്ല. പക്ഷെ അവര് പോലും അതൊന്നും അതിനെപ്പറ്റിയൊന്നും ഒരു അക്ഷരം അങ്ങനെയുള്ള ഒരു ഒരു പത്രം പോലും പുറത്തു കൊണ്ടുവന്നില്ല എന്നത് ഉം. അത് വളരെ വളരെ അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും നമ്മളെ ഈ പിന്നെ നമ്മളിന്നിപ്പോ കേൾക്കാൻ ഇടയായത് ABC മലയാളത്തിലൂടെയാണ്. ഏഹ് അതെ, തീർച്ചയായും. അവരോട് അതെ, അവർക്കും ഏതായാലും ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേക്കാം. കാരണം യെസ്, കാരണം ഡെഫിനറ്റ്ലി. ഓരാ ചെയ്ത ആ പരിപാടി പിന്നെ നമുക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. കാരണം അവരുടെ ആ കാര്യം അയാള് ഇത് സത്യം അങ്ങനെ ഇത് സത്യമാകട്ടെ, സത്യമാകുകയാണെങ്കിൽ അവർക്ക് ഡബിൾ ബിഗ് സല്യൂട്ട് കൊടുക്കുക തന്നെ വേണം. അത്രേ ഈ അവസരത്തിൽ തീർച്ചയായിട്ടും. നമുക്ക് പറയാനുള്ളൂ. ഏഹ് അതെ, അപ്പോൾ നമ്മളെ അതെ, അതെ. ഏകദേശം സമയം അവസാനിക്കാനായി. ബാക്കി ആ, കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. ഇന്നത്തെ നമ്മളെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാമെന്നാ തോന്നുന്നത്. കാരണം ഈ സോറസിന്റെ ഈ കഥകള് അതിന്റെ വ്യക്തമായിട്ട് അതിന്റെ സത്യമായ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ. അതിനുവേണ്ടി നമ്മളെ മോദിജിക്ക് ശക്തി ഉണ്ടാകട്ടെ. ഇതൊക്കെ അടിച്ചു പുറത്തു കൊണ്ടുവരാനുള്ള പിന്നെ എല്ലാ അതെ, ശക്തി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ സമയത്ത്. അത്രേ ഉള്ളൂ. അതെ. കൺക്ലൂഡ് ചെയ്തോളൂ. നമസ്തേ. നമസ്തേ.